എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. നാളത്തെ പ്രമോ വിശേഷത്തെ നമ്മൾ കാണുന്നേ അങ്ങനെ അവസാനം ഉണ്ണിമോളും ഗിരിദേവനും എല്ലാരും കൂടെ ജയന്തന്റെ അരികിലേക്ക് എത്തുവാണ്. അപ്പൊ ജയന്തനെ കണ്ടുപിടിക്കണം. അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു ജയന്തന്റെ അന്വേഷിച്ചുള്ള യാത്രയ്ക്കൊടുവില് ജയന്തന്റെ അമ്മ തലകറങ്ങി വീഴുവാണ്. ഈ സമയം ഉണ്ണിമോള് ഇച്ചിരി വെള്ളം വാങ്ങിക്കാനായിട്ട് കുറെ വീടുകളൊക്കെ അലഞ്ഞു തിരിഞ്ഞു. അവസാനം ഒരു വീട്ടിൽ ചെന്ന് കയറുവാണ്. അവിടെ ചെന്ന് കയറിയപ്പോഴാണ് ഉണ്ണിമോൾ ആ കാഴ്ച കാണുന്നത്. താന് കണ്ട അയ്യപ്പസ്വാമി തന്നെ കാണിച്ചെന്ന അതേ ചേച്ചി. പിന്നീട് ഉണ്ണിമോൾ ആ സത്യം മനസ്സിലാക്കി. ജയന്തൻ ചേട്ടൻ അവിടെയുണ്ട്. നേരെ ഉണ്ണിമോള് വെള്ളവുമായിട്ട് ഗിരിദേവന്റെ ലംബുവിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുവാണ്. അതിനുശേഷം ജയന്തന്റെ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാന് ജയന്തൻ ചേട്ടനെ കണ്ടെന്ന് വരാൻ പറയാണ്. അങ്ങനെ അവരെയും കൂട്ടിക്കൊണ്ട് ഉണ്ണിമോൾ ആ വീട് ലക്ഷ്യമാക്കി കല്ലുവിന്റെ വീട് ലക്ഷ്യമാക്കി നടക്കുവാണ്. ഈ സമയത്ത് കല്ലുവിന്റെ ഏട്ടൻ പറഞ്ഞു, അതെ അയാളെ വെറുതെ വിട്ടേക്ക. എന്തിനാ എത്രയോ ചെറുപ്പക്കാരെ നീ ഇങ്ങനെ ചതിച്ചേക്കുന്നേ? ഇല്ലാത്ത ഒരു സ്വപ്നത്തിന്റെ പേരും പറഞ്ഞ് അയാളെ വെറുതെ വിട്ടാരെ. എനിക്കിനി വയ്യ. ഇയാളുടെ ശാപം കൂടെ എനിക്ക് ഏറ്റുവാങ്ങാൻ പറ്റില്ലെന്ന് പറയണം. പക്ഷെ കല്ലു സമ്മതിക്കുന്നില്ല. എനിക്ക് ഏട്ടന്റെ ജീവനാ വലുതെന്ന് പറയുന്നുണ്ട്. കാരണം അയാൾക്ക് എന്താ കാരണം എന്നറിയത്തില്ല. ഒന്നെങ്കിൽ വല്ല മാരകരോഗം എന്തെങ്കിലും കാണും. അതിന് കുറെ പൈസ ചെലവാകുന്നുണ്ടായിരിക്കും. എന്തോ അയാൾക്ക് വേണ്ടിയിട്ടാണ് ഈ കല്ലു ഈ പൈസ എല്ലാം ചെലവാക്കുന്നത്. കാരണം അതിലൂടെ വരുന്ന ചെറുപ്പക്കാരെ എല്ലാം തടഞ്ഞു നിർത്തി അയാൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ കയ്യിൽ നിന്ന് മോഷണമൊക്കെ നടത്തുന്നത്. പിന്നീട് അവരെ ഇല്ലാതാക്കുക എങ്ങോട്ടാ ചെയ്യണേ. അങ്ങനെ അപ്പൊ ഏട്ടന്റെ പറച്ചിൽ കേട്ടപ്പോ കല്ലു പറഞ്ഞു, ഏട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ അയാളെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാ. അയാൾ പൊക്കോട്ടെ. അയാൾ ജീവിക്കാൻ വന്നൊരു ചെറുപ്പക്കാരനല്ലേ. ഇനി ഇയാളെങ്കിലും നീ വെറുതെ വിടാൻ പറയാ. അവസാനം കല്ലു എന്ത് ചെയ്യാണ്, എന്നാ ഏട്ടന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ പറയാ. അങ്ങനെ ജയന്തന്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പൊക്കോ ഇവിടുന്ന്. ഇപ്പോഴാണ് നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും, ആരുടെ കണ്ണിപ്പെടാതെ. ഒരു പക്ഷേങ്കില് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇവിടുന്ന് പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയാ. ജയന്തൻ പറഞ്ഞു, അല്ല ഞാൻ എങ്ങോട്ട് പോകാനാ? എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, നിങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്ന അപകടമാണ് എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരനെ ജയന്തനെ പോയി പറഞ്ഞു വിടുവാണ്. അങ്ങനെ ജയന്തൻ എന്ത് ചെയ്യുവാണ്, ബായൊക്കെ ആയിട്ട് എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങുവാണ്. അപ്പൊ ടൗണിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി സ്വർണ്ണാഭരണങ്ങൾ വിൽക്കണം, ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്, സ്വർണ്ണ ബിസ്ക്കറ്റ് വിൽക്കണം, ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ജയന്തൻ അവിടെ നിന്ന് ഇറങ്ങണേ. ഈ സമയത്താണ് ഗിരിദേവനെ ലംബുവിനെ ജയന്തന്റെ അമ്മേനെ കൂട്ടി ഉണ്ണിമോൾ അങ്ങോട്ട് വരുന്നേ. ഉണ്ണിമോളെ കണ്ടതും ജയന്തൻ എന്ത് ചെയ്യണം, ഓടിപ്പോയി അകത്തേക്ക് കയറിപ്പോയി വാതിലടയ്ക്കുവാണ്. അപ്പൊ ഇവര് നടന്നു വരുന്ന കണ്ടിട്ടാണ് ജയന്തൻ പോയി അകത്ത് കയറി വാതിലടച്ചത്. പെട്ടെന്ന് അങ്ങോട്ടൊന്ന് കല്ലു വെച്ച്, എന്തു പറ്റിയെന്ന് ചോദിക്കുവാണേ. ഒന്നുമില്ല, എന്നെ അന്വേഷിച്ചിട്ട് എന്റെ അമ്മയൊക്കെ വരുന്നുണ്ട്, എന്നെ ഒരു കാരണവശാലും കാണിച്ചു കൊടുക്കരുത്, ഞാൻ ഇവിടെ ഇല്ലെന്നോ പറയാവുള്ളൂ എന്ന് പറയാണ്. ശരിയെന്ന് പറയാണ്. അങ്ങനെ ഈ സമയത്ത് ഉണ്ണിമോളൊക്കെ മുറ്റത്ത് വന്നു. മുറ്റത്ത് കഴിഞ്ഞപ്പോ കല്ലു അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന്, എന്താ മോളെ എന്താന്ന് ചോദിക്കുവാണ്. അതെ ഇവിടെ ഒരു ചെറുപ്പക്കാരൻ വന്നോന്ന് ചോദിക്കുക ജയന്തന്റെ അമ്മ. ചെറുപ്പക്കാരനോ? വന്നായിരുന്നു. അയാൾ പോയല്ലോ എന്ന് പറയണം. പോയപ്പം കുറച്ച് സമയമായുള്ളൂ പോയിട്ട്. പെട്ടെന്ന് ഉണ്ണിമോള് പറഞ്ഞു, ഇല്ല ഞാൻ കണ്ടതാ, ഞാൻ ജയന്തൻ ചേട്ടൻ ഇവിടെ കണ്ടാന്ന് പറയണം. ആ മുറിക്കകത്ത് ഇരിപ്പണെന്ന് പറയാം. അയാൾ ഇവിടെ ഇല്ലാന്നേ, അയാൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയതാ, അയാൾക്ക് വിശക്കുവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ അയാൾക്ക് കൊണ്ടുവന്ന് ഫുഡൊക്കെ കൊടുത്തു. ആഹാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നാ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു പോയി. പെട്ടെന്ന് ജയന്തൻ അമ്മ ചോദിച്ചു, എങ്ങോട്ടാ പോയെന്ന് അറിയാവോ മോളേന്ന് ചോദിക്കുക. അതൊന്നും അറിയത്തില്ല അമ്മ, എങ്ങോട്ടാ പോയതെന്നൊന്നും അറിയത്തില്ല. എങ്ങോട്ടാന്ന് ഞങ്ങളോട് പറഞ്ഞില്ല, പോകുകയെന്നും പറഞ്ഞു പോയെന്ന് പറയാ. ഈ സമയം ഗിരിദേവന് മനസ്സിലായി അവര് കള്ളം പറയാന്നുള്ള കാര്യം. ഉണ്ണിമോട് ചേച്ചി വെറുതെ കള്ളത്തരം പറയണ്ട. ഞാൻ എന്തിനാ നിങ്ങളോട് കള്ളത്തരം പറയണേ? എനിക്ക് നിങ്ങളോട് കള്ളത്തരം പറയേണ്ട ആവശ്യമില്ല. ടൗണിൽ എവിടെയോ പോണം, അവിടെ എന്തോ അയാളുടെ കയ്യിൽ എന്തോ സ്വർണ്ണമൊക്കെ ഉണ്ടെന്നാ പറഞ്ഞേ, അതൊക്കെ വിൽക്കണമെന്ന് പറഞ്ഞേ. ഇത് കേട്ട് ഉണ്ണിമോൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഉണ്ണിമോൾക്ക് അങ്ങ് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയം ജയന്തന്റെ അമ്മ പറഞ്ഞു, ഇനി നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ഗിരിദേവ, വാ നമുക്ക് പോവാം. ഒരു പക്ഷെ അവന് അധിക ദൂരം പോയിട്ടുണ്ടാവില്ല, ഇപ്പൊ പോവുകയാണെങ്കിൽ അവനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയാം. അങ്ങനെ അവരവിടുന്ന് ഇറങ്ങി നടക്കാനായിട്ട് അങ്ങ് തുടങ്ങുവാണ്. ഈ സമയത്ത് ആകെപ്പാടെ ടെൻഷൻ ദേവകിയമ്മ ഇരിക്കുക. ദേവകിയമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജീവൻ അങ്ങോട്ട് വരുന്നത്. രാജീവൻ വന്ന് നേരെ ദേവകിയമ്മയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ദേവകിയമ്മ എന്താണെന്ന് ചോദിക്കുവാണ്. എനിക്ക് അമ്മയോട് ഒരു കാര്യം സംസാരിക്കാണ്ടെന്ന് പറയാം. നിനക്ക് എന്താ സംസാരിക്കാനുള്ള, നീ പറ രാജാവെന്ന് പറയണ. അമ്മയ്ക്കറിയാലോ എന്റെ അവസ്ഥ ഇപ്പം വളരെയധികം കഷ്ടത്തില്ല. ഈ സമയത്ത് എനിക്ക് വേറൊരു മാർഗവും ഇല്ല. ഏക മാർഗം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ജോലി മാത്രമാണ്. ഗൾഫിൽ നല്ലൊരു ജോലിയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ആ ജോലി കിട്ടണമെങ്കിൽ അമ്മ ആ ആചാരത്താലും കൈമാറണം. അത് കൈമാറാൻ പറ്റിയെങ്കിൽ മാത്രം എനിക്ക് ആ ജോലി കിട്ടുള്ളൂ എന്ന് പറയാം. പെട്ടെന്ന് വിനോദ് വന്നിട്ട് പറഞ്ഞു, ഒരിക്കലും നടക്കില്ല രാജീവ, നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് പറയണേ. വിനോദായിട്ട് എന്തറിഞ്ഞിട്ടാ പറയണേ? അറിയാലോ എന്റെ അവസ്ഥ ഇപ്പോഴത്തെ നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ, നിന്റെ അവസ്ഥയൊക്കെ അറിയാം. പക്ഷെ അമ്മയുടെ ഉണ്ണിമോളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഉത്സവം നടത്തുക, അതിനുള്ള പണം കൊടുത്തു.
പിന്നീട് ഇനിയിപ്പം അയ്യപ്പസ്വാമിക്ക് അണിയാനുള്ള ആടയാഭരണങ്ങളാണ്. ആടയാഭരണങ്ങൾ അധികം വൈകാതെ തന്നെ ഉണ്ണിമോളെ ശില്പീനെ കണ്ടെത്തും. അയ്യപ്പസ്വാമിക്കുള്ള ആടയാഭരണങ്ങൾ പണിയിക്കുകയും ചെയ്യുമെന്ന് പറയാം. പെട്ടെന്ന് രാജ്യം പറഞ്ഞു, മണ്ടത്തരം പറയാതെ വിനോദേട്ടാ, എന്ത് കണ്ടിട്ടാ ഇങ്ങനെ പറയണേ? ഉണ്ണിമോളല്ലേ അന്വേഷിച്ചു പോയിരിക്കുന്നേ. ആ സ്വർണം കിട്ടൂന്നാണോ പറയണേ? അത് കിട്ടാനൊന്നും പോകുന്നില്ല. മിഥുനം 10-ാം തീയതി ഉത്സവം, ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അതിനുള്ളില് ആ സ്വർണം കണ്ടെത്തി അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, അയ്യപ്പസ്വാമിക്ക് ആടയാഭരണങ്ങൾ പണിയാൻ പറ്റിയില്ലെങ്കിൽ ഉത്സവം മുടങ്ങും. ആകെപ്പാടെ നാണക്കേടാവും. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ വിനോദിനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയം ദേവയോ പറഞ്ഞു, എനിക്കറിയാം ഗിരിദേവന്റെ കൂടെ ഉണ്ണിമോള് പോയേക്കുന്നേ. ഉറപ്പായിട്ടും ഗിരിദേവൻ ആ സ്വർണം കണ്ടെത്തി കൊണ്ടുവരുമെന്ന് പറയാം. അവിടെ നോക്കിയിരുന്നു. അങ്ങനെ കൊണ്ടുവരാനാണെങ്കിൽ പണ്ടേ അവൻ കൊണ്ടുവരുമായിരുന്നു. അല്ല, അവനും കൂടെ കൂടിയിട്ടല്ലേ അന്ന് ആ ശില്പിനെ അന്വേഷിച്ചു പോയത്. അങ്ങനെ ആ സ്വർണം നഷ്ടപ്പെട്ട സമയത്ത് അവൻ കൂടെ ഉണ്ടായിരുന്നല്ലോ. അയ്യപ്പസ്വാമിക്ക് ആടയാഭരണങ്ങൾ പണിയണമെന്നുണ്ടായിരുന്നെങ്കിൽ അന്ന് ഒരു കാരണവശാലും ഉണ്ണിമോടെ കയ്യിൽ നിന്ന് സ്വർണം നഷ്ടപ്പെടില്ലായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പൊ അത് പ്രതീക്ഷിച്ചിരിക്കണ്ട. ഇപ്പം അയ്യപ്പസ്വാമി ഏട്ടൻ അവസരം മുന്നിൽ കൊണ്ട് തന്നിരിക്കുക. ആ സ്വർണം ഇനി കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ നടത്തുന്നേക്കാൾ നല്ല ഗംഭീരമായിട്ട് ആ കാർത്തിക മേനോന് അയാൾ ആ ഉത്സവം ഗംഭീരമായിട്ട് നടത്തും. പക്ഷെങ്കിൽ അമ്മ ആ ആചാരത്താലൊന്ന് കൈമാറിയാൽ മാത്രം മതി. എനിക്ക് ജോലിയും കിട്ടും, ഉത്സവം നന്നായിട്ട് നടക്കുകയും ചെയ്യും. അത് മാത്രമല്ല, അയാളാണെങ്കിൽ അയ്യപ്പസ്വാമിയുടെ ഒരു ദീപസ്തംഭം അടുത്ത വർഷം സമർപ്പിച്ചേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തില്. അടുത്ത വർഷം അയാളുടെ അമ്മയുടെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച്. അപ്പൊ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലേ. അമ്മയ്ക്ക് ഈ വർഷം ഉത്സവം നടത്തിയില്ലെങ്കിൽ എന്താ കുഴപ്പം? അടുത്ത വർഷം ഗംഭീരമായിട്ട് നടത്താലോ. പിന്നെ എന്താന്ന് ചോദിക്കുകയാണ്. ദേവയ്യം പറഞ്ഞ്, എന്നാലും രാജീവ, ഒരെന്നാലും ഇല്ല, ഞാൻ പറയാനുള്ള പറഞ്ഞു. ഇനി ആൾക്കാരുടെ മുന്നിൽ നാണം കിടണോ അതോ ഈ ഉത്സവം നടത്തണോന്ന് അമ്മ തന്നെ തീരുമാനിച്ചോളാൻ പറയാം. ഈ സമയം ജയം വന്നിട്ട് പറഞ്ഞു, രാജീവൻ പറയുന്നതിലും കാര്യമുണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉണ്ണിമോൾക്ക് ഒരു പക്ഷെ ആ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ പറഞ്ഞ വാക്ക് തെറ്റിക്കേണ്ടി വരും. എല്ലാവരുടെ മുന്നില്, ഊരായ്മക്കാരുടെ മുന്നിലും നാട്ടുകാരുടെ മുന്നിലും നാണം കണ്ടുവരും. അതാണോ നല്ലത്? ഇനി ആ സ്വർണ്ണാഭരണങ്ങള് തിരിച്ചു കിട്ടിയില്ലെന്ന് വെച്ച് ഉത്സവം മുടങ്ങും. അപ്പൊ അതിനേക്കാളും നല്ലത് ആ കാർത്തിക നമ്പ്യാരെ അയാൾ ആ ഉത്സവം നടക്കുന്നതല്ല നല്ലത്. ആലോചിക്കമ്മേ. ഇപ്പോഴാണ് ദൈവം തമ്പുരാനായിട്ടൊരു അവസരം കൊണ്ട് തന്നിരിക്കുക. ഇനി ഉള്ള അവസരം നമ്മൾ കളഞ്ഞു കുളിക്കില്ലെന്ന് പറയാ. ദേവയമ്മയ്ക്ക് വല്ലാത്ത വിഷമമായി. ദേവയമ്മ നേരെ പൂജാമുറിയിലേക്ക് ചെല്ലുവാണ്. പൂജാമുറിയിലേക്ക് ചെന്നിട്ട് അയ്യപ്പസ്വാമിയോട് ഇനി പ്രാർത്ഥിക്കുക. അയ്യപ്പസ്വാമി, നീ ആയിട്ടാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു ആഗ്രഹം കൊണ്ടുവന്നത്, എന്നെ സ്വപ്നം കാണിച്ചേ. ഇനി എനിക്കറിയില്ല എന്ത് ചെയ്യണോന്ന്. എൻ്റെ മകന്റെ അവസ്ഥ എനിക്കറിയാം. അത് മാത്രമല്ല, ഉണ്ണിമോള് പോയേക്കുക, ഇതുവരെയായിട്ടും തിരികെ വന്നിട്ടില്ല. ഉണ്ണിമോളെ കുറിച്ചൊരു വിവരമില്ല. മിഥുനം 10-ന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതിനുള്ളിൽ ആ ആഭരണങ്ങളൊക്കെ പണിയിക്കണം. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അയ്യപ്പസ്വാമി. നീയായിട്ട് എനിക്കൊരു മാർഗം കാണിച്ചതാട്ടെ. ഇല്ലെങ്കിൽ എനിക്കിനി മുന്നോട്ടൊരു വഴിയില്ല. ആചാരത്താലും കൈമാറിയേ പറ്റുള്ളൂ. ആരാണെങ്കിലും അയ്യപ്പസ്വാമിയുടെ ഉത്സവം ഗംഭീരമായിട്ട് നടത്തിയാൽ മതി. എൻ്റെ ആഗ്രഹമായിരുന്നു. ഒരു പക്ഷേ അയ്യപ്പസ്വാമിക്ക് ഇനിയിപ്പോൾ അതിന് ഇഷ്ടമില്ലെങ്കിൽ ആരാണെങ്കിലും നടത്തിക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. പിന്നീട് വിനോദിനോട് പോയി ദേവികയും പറയുന്നുണ്ട്, മോൻ നിനക്കറിയാലോ, നീ പറഞ്ഞിരിക്കുന്നേ ഈ ഉത്സവം ഉണ്ണിമോളെ കൊണ്ട് നടത്തിച്ചില്ലെങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങുമെന്നല്ലേ പറയണേ. ഒരുപക്ഷെ ഉണ്ണിമോൾക്ക് ആ സമയത്തിന് മുമ്പ് എത്താൻ പറ്റിയില്ലെങ്കിൽ, ശില്പിനെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ, ആ കള്ളനെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ആ പടം നമ്മൾ പെട്ടുപോകില്ലേ? എന്ത് ചെയ്യും മോനെ? ആലോചിച്ചൊരു തീരുമാനം എടുക്കുക. രാജീവൻ പറഞ്ഞു, അവരാണെങ്കിൽ അവർ വെയിറ്റ് ചെയ്യുക അമ്മേനും കൊണ്ട് ചെല്ലാനായിട്ട്, ആചാരത്താലം കൈമാറാനായിട്ട്. എന്ത് വേണമെന്ന് തീരുമാനിച്ചോ. ഇപ്പോഴാണ് ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിന്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുതെന്ന് പറയാ. അവസാനം ദേവയ്യൻ പറഞ്ഞു, അങ്ങനെ അയ്യപ്പസ്വാമിയുടെ ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ നിറവേറട്ടെ. ഇനിയിപ്പം ഞാനായിട്ട് ഒന്നിനും ഒരു മുടക്കം വരുന്നില്ല. അയ്യപ്പസ്വാമിയുടെ മനസ്സിലെ ആഗ്രഹം നടക്കട്ടെ. ഒരു പക്ഷേങ്കിൽ ഞാൻ നടത്തണമെന്നുണ്ടെങ്കിൽ അയ്യപ്പസ്വാമിയായിട്ട് എനിക്കൊരു വഴി കാണിച്ചു തരും. ആചാരത്താലം കൈമാറുന്നതിന് മുമ്പ് എല്ലാം അങ്ങയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നേരെ വിനോദിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നമുക്ക് ആ ആചാരത്താലം കൈമാറാം. അവർ ഉത്സവം നടത്തുവാണെങ്കിൽ നടത്തട്ടെ എന്ന് പറയാണ്. വിനോദ് പറഞ്ഞു, അമ്മേ ഒന്നുമില്ല മോനെ, നമ്മുടെ ആഗ്രഹം പോലെ ഒന്നും നടക്കണമെന്നില്ലല്ലോ. ഇനിയിപ്പം നമ്മൾ ഉത്സവം നടത്തണമെങ്കിൽ അയ്യപ്പസ്വാമിയുടെ ആഗ്രഹം, അതിനു മുമ്പ് നമുക്ക് ആ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും. ഉണ്ണുമ്പോൾ അവിടെ എത്തിയിരിക്കുമെന്ന് പറയാണ്. അങ്ങനെ പോവാനായിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് ഗിരിദേവൻ എന്ത് ചെയ്യാണ്, പിന്നീട് നേരെ പറഞ്ഞു, ഞാൻ ഇപ്പൊ വരാമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിയുവാണ്. ഉണ്ണിമോള് വെച്ചാൽ ഗിരിദേവൻ എന്താ എങ്ങോട്ടാ പോണേ? ഞാൻ ഇപ്പൊ വരാമെന്നും പറഞ്ഞ് നേരെ ചെല്ലുവാണ്. ഈ സമയത്ത് വീടിനുള്ളില് കല്ല് തന്റെ ഏട്ടനോട് പറയാം, കണ്ടില്ലേ, അയാൾക്ക് ഇവിടുന്ന് പോകാൻ സാധിച്ചില്ല ജയന്തന്. കാരണം എന്താ? അയ്യപ്പസ്വാമി അയാളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നേ. സ്വർണ്ണാഭരണങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ള, അതുകൊണ്ടാണ് നമ്മുടെ കഷ്ടതകളൊക്കെ കണ്ടിട്ട് അയ്യപ്പസ്വാമി തന്നെയാണ് അയാളെ തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് കയറ്റിയത്. അല്ലെങ്കിൽ ആ കൃത്യസമയത്ത് തന്നെ അയാളുടെ അമ്മ ഇങ്ങോട്ട് വരില്ല എന്ന് പറയണം. ഈ സമയം കല്ലുവിന്റെ ഏട്ടൻ പറഞ്ഞു, എന്നാലും ഇല്ല ഏട്ടാ, ഏട്ടൻ ധൈര്യമായിട്ടിരിക്കുക, ഈ കല്ലുമല്ലേ കൂടെ ഉള്ളത്. അപ്പൊ ഈ സമയത്ത് ജയന്തൻ അകത്ത് മുറിയിലിരിക്കുവാണ്.
ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗിരിദേവൻ അങ്ങോട്ട് വരുന്നത്. ഗിരിദേവൻ അങ്ങോട്ട് അകത്തേക്ക് കയറി വരുവാണ്. ഒരിക്കലും ഗിരിദേവനെ അവരവിടെ പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു. പെട്ടെന്ന് ഗിരിദേവൻ അകത്തേക്ക് വരിക. ഗിരിദേവനെ കണ്ടത് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കല്ലുവിന്റെ ഏട്ടനൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നാളെ കാണാൻ പോകുന്നത്. അങ്ങനെ അവസാനം ജയന്തനെയും കൊണ്ട് ഇവർ പോവും. സ്വർണ്ണാഭരണങ്ങളൊക്കെ പണിയിക്കുകയും ചെയ്യും. അയ്യപ്പസ്വാമിക്ക് കൃത്യസമയത്ത് തന്നെ ആടയാഭരണങ്ങളൊക്കെ പണിയിച്ച് ദേവികമ്മയും ഉണ്ണിമോളും തന്നെ ഉത്സവം നടത്തുകയും ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.